നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 3-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം രാവിലെ തീരും. അത് കഴിഞ്ഞ് അവിട്ട നക്ഷത്രമാണ്. തിരുവോണവും അവിട്ടവും ഇന്ന് ശുഭനക്ഷത്രം തന്നെയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ്റെ ദിവസം ശുഭദിവസം എന്നാണ്. 2 ഗുരുക്കന്മാരുണ്ട്. ദേവഗുരുവായ ബൃഹസ്പതി, അതായത് വ്യാഴം, അസുരഗുരുവായ ശുക്രാചാര്യർ, വെള്ളി. ഈ 2 പേർക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരാളിന് ഗുണത്തെ കൊടുക്കുന്നവനാണ് ശുക്രൻ. ഇന്ന് ശുക്രൻ്റെ ദിവസവും ശുഭദിനവുമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. വളരെ സന്തോഷപ്രദമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ എന്ത് ശുഭകാര്യത്തിന് വേണോ ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. ആരുമായിട്ടെങ്കിലും സംസാരിക്കാനായാലും ശരി, എന്തെങ്കിലും മീറ്റിങ്ങിനായാലും ശരി, ഒക്കെ അനുകൂലപ്രദമായ ദിവസമാണ്. ശരിക്കും കന്നിമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. ശുക്രൻ കുറേ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. ശുക്രൻ പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. പ്രത്യേകിച്ച് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വൈരതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. അതേപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്ന പേരൻസിന് മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുപോലെ സാമ്പത്തിക നേട്ടം, തൊഴിൽ പുരോഗതി, ഇങ്ങനെയുള്ള സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ അറച്ചു നിൽക്കരുത്, ഓരോ കാര്യത്തിന് ഇറങ്ങണം. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം നമ്മൾ നോക്കുമ്പോൾ 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:30 മണിക്ക് തുടങ്ങുന്നില്ല, 10:44 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 12 മണി 13 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഒരു 14 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് കൊള്ളാത്ത 2 സമയമാണ് ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 7:46 തൊട്ട് 9:15 വരെ. 7:46 തൊട്ട് 9:15 വരെയും. അതുപോലെ യമകണ്ഠ കാല സമയം വരുന്നത് 3:12 തൊട്ട് 4:41 വരെയും. അപ്പോൾ ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:49 തൊട്ട് 12:37 വരെയാണ്. അപ്പോൾ ഈ സമയത്ത് രാഹുകാല സമയത്തിൻ്റെയും കുറേ ബന്ധം നിൽക്കുന്ന സമയമാണ്. രാഹുകാലം നമുക്ക് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ, മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും ബാധകമല്ല. എങ്കിൽ പോലും രാഹുകാലമാണ് എന്ന് പറഞ്ഞ് ആൾക്കാർ മാറ്റിവെച്ച് കളയും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറ്, ചുവന്ന കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശരിക്ക് ശുക്രാചാര്യരുടെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.